ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 27-ാമത്തെ വാക്യത്തില് നാം ഇപ്രകാരം വായിക്കുന്നു: നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ കാലയളവില് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പലരിലും പലപ്പോഴും ഒരുപാട് ഡയറ്റുകളൊക്കെ നോക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഡയറ്റുകൾ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നശ്വരമായ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അനശ്വരമായ ജീവന്റെ നിലനിൽപ്പിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഡയറ്റ് നോക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ആ ഡയറ്റിനോടൊപ്പം തന്നെ മറ്റുള്ള പ്രത്യേകമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ അനശ്വരമായിട്ടുള്ള അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിനെന്ന് യേശുനാഥൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ നശ്വരതയ്ക്ക് വേണ്ടി എന്നതിനേക്കാൾ ഉപരിയായിട്ട് അനശ്വരമായ അപ്പത്തിന് വേണ്ടിയിട്ട്, ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിക്കേണ്ടവരാകണം, പ്രാർത്ഥിക്കേണ്ടവരാകണം എന്നുള്ളതാണ്. അനശ്വരമായ അപ്പം എന്ന് പറയുന്നത് ദൈവം തരുന്ന വിശുദ്ധ കുർബാനയാണ്, അവിടുത്തെ ശരീരവും രക്തവുമാണ്. അതിനുവേണ്ടി കൂടുതൽ സ്നേഹിക്കുന്നവരും പ്രയത്നിക്കുന്നവരുമായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.